ഇന്ത്യയുമായി ചങ്ങാത്തം കൂടാൻ പല ചെപ്പടി വിദ്യയും പയറ്റി നോക്കുകയാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ്. തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു, ഒരു പ്രശ്നത്തിനും ഞങ്ങളില്ല എന്നതാണിപ്പോൾ യൂനസിന്റെ അപേക്ഷ. ഇതോടെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ചോദിക്കുന്നത് നിരന്തരം ഇന്ത്യ വിരുദ്ധത മാത്രം തുപ്പുന്ന യൂനസിന് എന്തുപറ്റി എന്നതാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവേളയിൽ പോലും മുഹമ്മദ് യൂനസ് ഇന്ത്യക്കൊപ്പം പിന്തുണ അറിയിച്ച് കൂടെ നിൽക്കാതെ പാകിസ്ഥാന് വേണ്ടി പിന്നിൽ നിന്ന് കുട ചൂടുകയാണ് ചെയ്തത്. മാത്രമല്ല, ചൈനയുടെ പ്രേമം അതുകൂടെ ആകുമ്പോൾ അവരുമായി കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കാനുള്ള തന്ത്രം മെനയുകയും ചെയ്തിരുന്നു മുഹമ്മദ് യൂനസ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുമായി തങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് യൂനസിന്റെ ആ ഒരു വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പത്തി താഴ്ത്തിയതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢതന്ത്രങ്ങൾ മെനയുന്നതിന്റെ ഭാഗമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും വിലയിരുത്തപ്പെടുന്നുണ്ട്. ചൈനയുമായി കൂടുതൽ അടുത്താൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം യൂനസിന് മുന്നറിയിപ്പ് നൽകിയ വേളയിൽ കൂടിയാണ് ഇത്തരമൊരു മനംമാറ്റം വന്നിരിക്കുന്നത്. ഇനിയും മോദിയെ പിണക്കാൻ നിന്നാൽ യൂനസിന്റെ അടിവേരടക്കം ഇല്ലാതാകും. കാരണം വരുന്ന ഡിസംബർ മാസത്തോടു കൂടി തന്നെ ഇടക്കാല സർക്കാരിന്റെ ഭരണത്തിന് ഒരു തീരുമാനമാകും. തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഷെയ്ഖ് ഹസീന പോയതോടുകൂടി തന്നെ ബംഗ്ലാദേശിലെ ഒരു കലാപഭൂമിയാക്കാൻ പല പ്രാവശ്യം മുഹമ്മദ് യൂനസ് ശ്രമം നടത്തി വന്നിരുന്നു. എന്നാൽ ഒന്നും തന്നെ നടപ്പാകാതെ വന്നത് കണ്ടതോടെ ഈ ഒരു കളം മാറ്റി ചവിട്ടാം എന്നതടക്കമാണ് യൂനസിന്റെ ശ്രമം നടത്തി വന്നിരുന്നത്. ഇതിന്റെ എല്ലാം പിന്നാലെയാണോ ഈ ഒരു മനംമാറ്റം എന്നതും ചോദ്യമായി നിഴലിക്കുകയാണ്. ഇന്ത്യയുമായി ബംഗ്ലാദേശ് നല്ല ബന്ധം ആഗ്രഹിക്കുന്നു എന്നാണ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസ് പറയുന്നത്. ലണ്ടനിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സിൽ നടന്ന ഒരു പരിപാടിക്കിടയിലായിരുന്നു യൂനസിന്റെ വാക്കുകൾ വന്നത്. ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഞങ്ങളുടെ അയൽക്കാരാണ്. അവരുമായി ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വ്യാജ വാർത്തകൾ കാരണം കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നാണ് യൂനസ് പറഞ്ഞിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്ന കാലയളവിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മികച്ച നയതന്ത്ര സുഹൃത്ത് ബന്ധം നിലനിന്നിരുന്നു. എന്നാൽ ഹസീന സ്ഥാനഭ്രഷ്ടായതിനെ തുടർന്നുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് വന്ന ഇടക്കാല സർക്കാർ ഇന്ത്യ വിരുദ്ധതയെ തേടി പിടിച്ചുകൊണ്ട് കൂട്ടുപിടിക്കുകയായിരുന്നു. ചൈന, പാകിസ്ഥാൻ എന്നിവരുമായി കൂടുതൽ അടുക്കുന്നതും ഈ ഒരു സമയത്താണ്. എന്നാൽ യൂനസിന്റെയും കൂട്ടരെയും നയങ്ങൾ പരാജയമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു നിലവിലെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നതും. ഹിന്ദു വംശഹത്യയെ തുടർന്നുകൊണ്ട് തന്നെ ഇന്ത്യ നിലപാട് ഘടിപ്പിച്ചതോടെ തന്നെ ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ച സഹായം ചൈനയിൽ നിന്നും ധക്കയ്ക്ക് ലഭിച്ചതുമില്ല. പൊതു തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം എന്നതാണ് യൂനസിന്റെ നിലപാട്. എന്നാൽ ഇതോടുകൂടി തന്നെ സൈന്യവും രാഷ്ട്രീയ പാർട്ടികളും യൂനസിനെതിരെ തിരിയുകയും ചെയ്തിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് രാജിവെക്കാൻ ആലോചിക്കുകയാണ് എന്നും യൂനസ് പറഞ്ഞതും വളരെ വ്യക്തമാണ്. ഇതിനിടയിലായിരുന്നു തെറ്റുപറ്റിയെന്ന തരത്തിലുള്ള യൂനസിന്റെ കുമ്പസാരവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശ് ചൈനയോട് കൂടുതൽ കൂട്ടുപിടിച്ചതോടുകൂടി തന്നെ സ്വയം ആ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനസ് സ്വയം ഒരു ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയോട് ചാഞ്ഞ ബംഗ്ലാദേശ് പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇത് ബംഗ്ലാദേശിനെ പ്രതികൂലമായി ബാധിക്കും. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ബംഗ്ലാദേശ് യൂനസിന്റെ വരവോടുകൂടി തന്നെ ആ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ പാക് യുദ്ധത്തിനിടെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനും മുൻ മേജർ ജനറലുമായ ഫസുൽ റഹ്മാൻ ഒരു വെല്ലുവിളി ഉയർത്തുകയുണ്ടായി. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുമെന്നായിരുന്നു ആ ഭീഷണി വന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ 1-2 ആക്രമണങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങളെയും ആക്രമിച്ചെങ്കിലും ബംഗ്ലാദേശിനെ ഒന്നും തന്നെ ചെയ്തില്ല. മാത്രമല്ല, ഫസുൽ റഹ്മാന്റെ വെല്ലുവിളിയുമായി ബംഗ്ലാദേശ് സർക്കാരിന് ബന്ധമൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടായിരുന്നു മുഹമ്മദ് യൂനസ് തലയുരുകയും ചെയ്തത്. ബംഗ്ലാദേശിന്റെ മുൻ മേജറായ ഫസുൽ റഹ്മാൻ ഇത്തരമൊരു ഭീഷണി ഉയർത്തിയതിന് പിന്നിൽ കഴമ്പുണ്ടോ എന്നതായിരുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്നീട് തലപുകഞ്ഞ് ആലോചിച്ചതും. ഇത്തരമൊരു ആക്രമണ പദ്ധതി ബംഗ്ലാദേശിന്റെ ലിസ്റ്റിൽ ഉള്ളത് തന്നെയായിരുന്നു പിന്നീട് വന്ന അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.